ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ പേര് അറിയാമോ? ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്നത്തെ തലമുറകളോട് ചോദിച്ചാൽ, ഇതിൻ്റെ പേരറിയാമോ എന്ന് ചോദിച്ചാൽ അവർക്കൊരു പക്ഷേ അറിയില്ല എന്നായിരിക്കും നല്ലൊരു ശതമാനം ആളുകളുടെയും മറുപടി. ആ ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം. നെടുകയും കുറുകയുമായി നാട്ടിവെച്ചിരിക്കുന്ന 4 കല്ലുകൾ. ഈ ചിത്രത്തിൻ്റെ പേരാണ് ചുമട് താങ്ങി. ഒരുപക്ഷെ നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ഇങ്ങനെയുള്ള ഒരു കാഴ്ച വളരെ വിരളമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പണ്ട് സ്കൂളിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ, റോഡിൻ്റെ പല ഭാഗങ്ങളിൽ ഇത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് എൻ്റെ പേര് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് അതിൻ്റെ പേര് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് 4 വരിപ്പാതകളും 6 വരിപ്പാതകളും റോഡ് വികസനവും ഒക്കെ വന്നതിൻ്റെ നിമിത്തം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി മാറി. അതുകൊണ്ട് ഇന്നത്തെ തലമുറകൾക്കിത് കാണുക എന്നുള്ളത് വളരെ അപൂർവമായൊരു കാര്യമാണ്. പണ്ട് വാഹന സൗകര്യങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് കാൽനടയായിട്ടാണ്. അങ്ങനെ പട്ടണങ്ങളിൽ വന്ന് ചന്തകളിലും മറ്റുമൊക്കെ വലിയ ഭാരിച്ച ചുമടുകളും താങ്ങി അവർ കച്ചവടത്തിനായും അല്ലെങ്കിൽ പട്ടണത്തിൽ വന്ന് സാധനങ്ങൾ വാങ്ങി തിരിച്ച് സ്വന്തം വീടുകളിലേക്ക് ദീർഘദൂരം നടന്നാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഭാരമേറിയ ചുമടും താങ്ങി അവർ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടി ഇവരുടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ ചുമട് ഒന്ന് ഇറക്കി വെക്കുവാനുള്ള ഒരു ക്രമീകരണമാണ്, ഒരു സംവിധാനമാണ് ഈ കല്ലുകൾ. അതിന് പറയുന്ന പേരാണ് ചുമട് താങ്ങി. ഇന്ന് വണ്ടിയും വാഹനങ്ങളുമൊക്കെ ധാരാളം ഉള്ളത് നിമിത്തം ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ചുമട് താങ്ങി ഉണ്ട് എങ്കിൽ അതാരും തന്നെ ഉപയോഗിക്കുന്നില്ല, അതാരും ശ്രദ്ധിക്കുന്നതുമില്ല. അപ്പോൾ ആ ചുമട് താങ്ങിക്ക് പറയുവാനൊരു വാക്കുകളില്ലാതെ, ഭാഷണമില്ലാതെ ഒരു സന്ദേശം അത് പറയുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ എത്രയോ ആളുകളുടെ ഭാരം താങ്ങിയതാണ്, എത്രയോ ആളുകളുടെ ചുമട് ഞാൻ താങ്ങിയതാണ്, എത്രയോ ആളുകൾക്കൊരു ആശ്വാസമായതാണ്. ഇന്ന് ആർക്കും എന്നെ വേണ്ട എന്നുള്ള, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത, ഒരു സന്ദേശം അതിന് പറയുവാനായിട്ടുണ്ട്. ഒരു കാലത്ത് അനേകം ആളുകൾക്ക് ആ ചുമട് താങ്ങി ഒരു താങ്ങായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു, അവരുടെ ഭാരം ഇറക്കി വെക്കുവാനുള്ള ഒരു ആശ്രയമായിരുന്നു. ഈ ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഒരിക്കൽ യേശു തൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന പുരുഷാരത്തോട് ഇങ്ങനെ വിളിച്ച് പറയുവാനിടയായി, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ബഹുപുരുഷാരത്തെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ജീവിതയാത്ര ചെയ്യുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുന്ന ഭാരങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ ആരോട് പറയും, ആര് കേൾക്കും, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളും വിചാരങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ അലട്ടുമ്പോൾ യേശു നമ്മെ നോക്കി വിളിച്ചു പറയുന്നു, നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിൻ്റെ ഭാരങ്ങളെ ചുമക്കാം. യേശു കേവലം ഒരു ചുമട് താങ്ങി മാത്രമല്ല, നിൻ്റെ ജീവിതത്തിലെ സകല ഭാരങ്ങളും വേദനകളും രോഗങ്ങളും എന്നേക്കുമായി ചുമന്ന് കാൽവറിയിൽ എൻ്റെ കർത്താവ് അതിന് പരിഹാരം വരുത്തിയവനാണ്. എന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു നമ്മുടെ പാപങ്ങളെയും രോഗങ്ങളെയും വ്യാധികളെയും എല്ലാം ചുമന്നുകൊണ്ട് പരമയാഗമായി തീരുവാനിടയായി. ആ യേശു എന്നും ജീവിക്കുന്നവനാണ്. യേശു നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിൻ്റെ ഭാരങ്ങളെ ചുമക്കും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. ഇതുവരെ
അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം, സമാധാനം പ്രാപിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. ആമേൻ.